ഇപ്പോൾ കേന്ദ്ര സർക്കാരിലെ പ്രധാനപ്പെട്ട ചില തസ്തികകളിലേക്കുള്ള നിയമനങ്ങൾക്ക് ലാറ്ററൽ എൻട്രി നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. വിജ്ഞാപനം പുറത്തു വന്നത് വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. പ്രതിപക്ഷം ഇപ്പോൾ ആ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. രാഹുൽ ഗാന്ധി RSSകാരെ പിൻവാതിലൂടെ നിയമിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്. സംവരണം അട്ടിമറിച്ചുകൊണ്ട് ഇഷ്ടക്കാരെ നിയമിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണെന്ന ഗുരുതരമായ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര സർവീസിലേക്ക് RSSകാരെ കൊണ്ടുവരിക, RSSകാരൊക്കെ പ്രവർത്തിക്കാൻ കേന്ദ്ര സർവീസിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ള തടസ്സം നീക്കുക, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സർക്കാരിൻ്റെ നയപരിപാടികളുടെ ഭാഗമായി, തീരുമാനങ്ങളുടെ ഭാഗമായി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ലാറ്ററൽ എൻട്രി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് RSSകാർ, പ്രിയപ്പെട്ടവർ, കോർപ്പറേറ്റ് മേഖലയിൽ നിന്നുള്ള ആവശ്യക്കാരുടെ ആളുകൾ, ഇവരെയൊക്കെ സർവീസിൽ, കേന്ദ്ര സർവീസിൽ കൊണ്ടുവരിക എന്നതാണോ എന്ന് സംസാരിക്കുകയാണ്. അജിംസ് എന്താണ് തോന്നുന്നത്? ഈ ഒരു തീരുമാനത്തിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് സംശയിക്കാവുന്നത്? 2018 ഇതുപോലെ ഒരു പ്രൊജക്റ്റ് പ്രഖ്യാപിച്ചതാണ് ലാറ്ററൽ എൻട്രി. അന്നാണ്ട് 62 പേരെ മറ്റേ നോട്ടിഫൈ ചെയ്തു, 36 പേര് മറ്റേ എടുക്കുകയോ ചെയ്തു. അതായത് ISR സാധാരണ രീതിയിൽ ചുമതല വഹിക്കാറുള്ള ജോയിൻറ്റ് സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ഡയറക്ടർ, ഈ 3 പദവികളിലേക്കാണ് ആളുകൾ എടുക്കുക. അപ്പോൾ അതിന് ഒരു നോട്ടിഫിക്കേഷൻ UPSC ഇറക്കും. വേണമെങ്കിൽ സംസ്ഥാന തലത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക്, അല്ലെങ്കിൽ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക്, സ്വകാര്യ കമ്പനികളിലെ ഉദ്യോഗസ്ഥർക്കൊക്കെ അതിൽ അപേക്ഷിക്കാം. എലിജിബിൾ ആണെങ്കിൽ അവർക്ക് ജോലി നേടാം. പ്രത്യക്ഷത്തിൽ എന്താണ് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് അഖിലേഷ് യാദവും മായാവതിയും രാഹുൽ ഗാന്ധിയും കൃത്യമായി ചൂണ്ടിക്കാട്ടിയ കാര്യമാണ്. ഇത് സംവരണം ഇല്ലാതാക്കുന്ന ഒന്നാണ്. ആ സംവരണം ഇല്ലാതാക്കുന്ന ഒന്നാണെന്ന് അറിയണമെങ്കിൽ കഴിഞ്ഞ 2018 നോട്ടിഫൈ ചെയ്യുകയും 2021 ആളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്ത അവരുടെ പേരിൻ്റെ ലിസ്റ്റ് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്നുള്ളത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. എന്ന് മാത്രമല്ല, ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ പലരും രാഹുൽ ഗാന്ധി കൃത്യമായി ചൂണ്ടിക്കാട്ടുന്ന പോലെ PSCയെ നോക്കുകുത്തിയാക്കി RSS വഴി ആളുകളെ എടുക്കുക എന്നുള്ളതാണ്. ആ ഒരു രാഷ്ട്രീയ ചായവുള്ള ആളുകളൊക്കെയാണ് ഈ സ്വകാര്യ മേഖലയിൽ നിന്ന് ഈ തസ്തികയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടുള്ളതെന്ന് വളരെ ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് അറിയാം. അന്ന് തന്നെ അത് പലരും എക്സ്പോസ് ചെയ്തതാണ്. കാരണം ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ പാസ്റ്റ് ഈ ട്വിറ്ററിലും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോയിട്ട് അവരുടെ രാഷ്ട്രീയ ചായ്വ് എന്താണെന്നുള്ള വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള ഒന്നാണ്. ഒരു വശത്ത് സംവരണത്തെ അട്ടിമറിക്കുന്നു, മറുവശത്ത് UPSCയെ തന്നെ നോക്കുകുത്തിയാക്കുന്നു, ആളുകളെ ഫില്ല് ചെയ്യുന്നു, തങ്ങളുടെ ഇഷ്ടക്കാരെ കീ പോയിന്റുകളിൽ നിയമിക്കുന്നു. അതർവൈസ് അതിന് കാരണമായി ഈ കേന്ദ്ര സർക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ്പെർട്ടൈസ് പരമാവധി ഉപയോഗപ്പെടുത്തുക ഗവേണൻസിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ആശയമല്ല. UPA ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ വീരപ്പ മൊയ്ലി അധ്യക്ഷനായ 2ാം ഭരണപരിഷ്കാര കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ്റെ ശുപാർശകളിലൊന്നായിരുന്നു രാജ്യത്തെ എക്സ്പെർട്ട് ആയിട്ട് ആളുകളെ ഗവേണൻസിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അവരുടെ ശുപാർശയായിരുന്നു. പക്ഷേ UPA സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല. ഈ അർത്ഥത്തിലുള്ള പ്രതിഷേധമായിരുന്നായിരിക്കും അവരെ നടപ്പിലാക്കിയിട്ടില്ല ആ ശുപാർശ. അപ്പോൾ അന്ന് UPAയുടെ ഇതാണ്, UPA കാലത്ത് ഭരണപരിഷ്കാര കമ്മീഷൻ കൊണ്ടുവന്ന നിർദ്ദേശം ഞങ്ങൾ നടപ്പാക്കിയെന്നാണ് ഇപ്പോൾ അശ്വിനി വൈഷ്ണവ് ഇന്ന് വിശദീകരിച്ചു കണ്ടത്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഒന്ന്, കീ പോസ്റ്റുകളിൽ തങ്ങളുടെ രാഷ്ട്രീയ ഐഡിയോളജിയുമായി യോജിക്കുന്ന ആളുകളെ കൊണ്ടുവരുത്തുക, തങ്ങളുടെ ഇഷ്ടങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അത് വലിയ തോതിലുള്ള എതിർപ്പ് ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമത്തെ തവണ 2018 നോട്ടിഫൈ ചെയ്തപ്പോൾ പ്രതിപക്ഷം ദുർബലമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. പ്രതിപക്ഷം കുറേ കൂടി സ്ട്രോങ് ആണ്. കുറേ കൂടി ശക്തമായിട്ട് അതിനെതിരെ സംസാരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു ഉദാഹരണം കൂടി ഇതിൽ സൂചിപ്പിക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയുള്ള ലാറ്ററൽ എൻട്രിയുടെ ഏറ്റവും വലിയ അപകടം നമ്മളിപ്പോൾ സെബിയിൽ കാണുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സെബി അധ്യക്ഷ ഇതുപോലെ സാധാരണ രീതിയിൽ ബ്യൂറോക്രാറ്റുകളോ ISകാരോ അവരോധിക്കേണ്ട ഒരു സ്ഥാനത്ത് ഒരു സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരിയോ അല്ലെങ്കിൽ ബിസിനസ്സുകാരിയോ കൊണ്ടുവന്നിരുത്തി എങ്ങനെയാണോ അദാനി രക്ഷിക്കുന്നത്, അത് സെബിയിൽ അവർ പരീക്ഷിച്ച് വിജയം കണ്ടു. ഇപ്പോൾ നമ്മുടെ ബ്യൂറോക്രസിയിൽ അവർ അത് പരീക്ഷിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക, ഇത്തരം സ്കീമുകളെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ ഇതിൻ്റെ ആളുകൾക്ക് സാധിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ UGC ഇപ്പോൾ ഒരു പരിപാടി നടപ്പിലാക്കുന്നുണ്ട്, പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ ജേർണലിസം, ഒരു യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസം കോഴ്സ് നടക്കുകയാണ്. അപ്പോൾ അവിടെ സാധാരണത്തിൽ പഠിപ്പിക്കാരാണ്
ഈ ഇങ്ങനെ എന്താണ് MA ജേർണലിസമൊക്കെ കഴിഞ്ഞ് ഈ UGC നെറ്റൊക്കെ പാസ്സായി ആ PSC വഴിയോ അല്ലെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റിയുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് വഴിയോ വന്ന ഒരു അധ്യാപകൻ എന്ന് പറയണമെങ്കിൽ അയാൾക്കൊരു ഇൻഡസ്ട്രി എക്സ്പോഷർ ഉണ്ടാവില്ലല്ലോ, അയാൾക്ക് ഈ പണി ചെയ്ത് പരിചയം ഉണ്ടാവില്ല. അയാൾ പുസ്തകങ്ങളിലൂടെ ഈ ജേർണലിസം പഠിച്ചിട്ടുള്ള ഒരാളാണ്, അത് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണേ. പക്ഷെ അങ്ങനെയല്ല, ഇതിനെ കുറച്ചും കൂടെ ഇൻഡസ്ട്രി എക്സ്പോഷർ നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാവണം. അതുകൊണ്ട് എല്ലാ അക്കാഡമിക് മേഖലകളിലും പ്രൊഫസേഴ്സ് ഓഫ് പ്രാക്ടീസ് ഉണ്ടാവട്ടെ. നിഷാദ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റത്തിൻ്റെ, പലപ്പോഴും ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വിളിക്കാമെന്നല്ല, ഒരു സിസ്റ്റത്തിൻ്റെ തന്നെ ഭാഗമാക്കുക എന്നുള്ളതിൽ പ്രൊഫസേഴ്സ് ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഒരു സംഗതി ഇപ്പം പ്രയോഗത്തിലായോന്നറിയില്ല, അങ്ങനൊരു കാഴ്ചപ്പാടുണ്ട്. അതേപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഇൻഡസ്ട്രി മെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ, അപ്പോൾ കെമിസ്ട്രി പഠിപ്പിക്കുന്നു, MSc കെമിസ്ട്രി പഠിപ്പിക്കുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ ഫാക്ടറിയുടെ അവിടുത്തെ ചീഫ് സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ അവിടുത്തെ റിസർച്ചർ, അവർ ആ പാഠ്യ പദ്ധതിയുടെ അവിടുത്തെ അക്കാഡമിയുടെ ഭാഗമാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതേമാതിരിയുള്ളൊരു സാധനം ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നോക്കൂ, ഈ സർക്കാർ സർവീസുള്ളതെന്ന് വെച്ചാൽ കാലങ്ങളായി ഇതിങ്ങനെ ഈ ജോലി ചെയ്ത്, ക്ലറിക്കൽ ജോലിയൊക്കെ ചെയ്ത്, അഡ്മിനിസ്ട്രേറ്റീവ് ജോലി ചെയ്ത്, ആകെ പ്രത്യേകിച്ച് ഭാവനയൊന്നും ഇല്ലാതെ ജോലി ചെയ്താൽ ശമ്പളം മേടിച്ച് പോവുക എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ അതിൽ കുറച്ചും കൂടി ഒരു റീജുവനേഷൻ കൊണ്ടുവരിക, ഒന്ന് ഉഷാറാക്കി എടുക്കുക. അതിനുവേണ്ടി നമുക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാം. അപ്പോൾ പ്രൈവറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അവർ കുറച്ചും കൂടെ മത്സരക്ഷമതയുള്ള ആളുകളായിരിക്കും, ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്നവരായിരിക്കും, ടാർഗറ്റ് വെച്ച് പണിയെടുക്കുന്നവരായിരിക്കും. അപ്പോൾ അത്തരം ആളുകളെ കൂടെ ഇതിനകത്ത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഗവേണൻസിൻ്റെ ഭാഗമാക്കുമ്പോൾ ആ ഒരു ഉന്മേഷവും സംഗതിയൊക്കെ ഇതിനകത്ത് വരും എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കൊള്ളാവുന്ന ഒരു ഐഡിയ ആണ് എന്ന് തോന്നും. ഓഫ് കോഴ്സ് അങ്ങനെയുണ്ട്. ഒന്നാമതെന്ന് വെച്ചാൽ ഈ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇതിനകത്ത് കൊണ്ടുവരിക, നിങ്ങൾ ഗവേണൻസിൻ്റെ ഭാഗമാക്കുക, അത്രയൊരു മോശം ഐഡിയ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അത് ഈ ഒരു ജോയിൻറ്റ് സെക്രട്ടറി, ഡയറക്ടർ, അഡീഷണൽ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ഈ പോസ്റ്റുകളിലേക്കാണ് വളരെ, അതിൽ ജോയിൻറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വളരെ ഒരു താക്കോൽ സ്ഥാനമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു താക്കോൽ. അപ്പോൾ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനമാണ് ഈ ജോയിൻറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഒരു കണക്ക് വെച്ച് ഓർമ്മയുണ്ടോ നിഷാദിന്? നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ സെക്രട്ടറിമാരുടെ എണ്ണം, അവരുടെ ഈ പറയുന്ന സോഷ്യൽ ലൊക്കേഷൻ എന്താണ്, അവർ ഏതേത് സാമൂഹ്യ വിഭാഗങ്ങളിൽ നിന്ന് വരുന്നതാണെന്ന് വളരെ നമുക്ക് ഞെട്ടിക്കുന്ന കണക്കാണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇന്ത്യൻ അവസ്ഥയിലാണ് ഈ പറയുന്ന, അത് സംവരണം ഉണ്ടായിട്ടാണോ ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നത്? അപ്പോൾ അങ്ങനത്തെ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് സംവരണമില്ലാതെ ഈ പറയുന്ന രീതിയിൽ വ്യാപകമായിട്ട് സ്പെഷ്യൽ ഡ്രൈവിലൂടെ ആളുകളെ പ്രൈവറ്റ് സെക്ടറിൽ നിന്നും അല്ലാത്ത മേഖലകളിൽ നിന്നൊക്കെ ആളുകൾ എടുക്കുക എന്ന് പറയുമ്പോൾ സാമൂഹ്യ നീതിയുടെ പ്രശ്നം വളരെ ഗൗരവത്തിൽ അവിടെ ഉണ്ട്. അതൊന്ന്. രണ്ടാമത്തത്, ഈ പറഞ്ഞ ഇതൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റായി മാറുമോ എന്ന ഭയം ഇപ്പോഴത്തെ ഒരു റെജീമിൻ്റെ കാലത്ത് നിശ്ചയമായി ഉണ്ടാകുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ആഭ്യന്തര വകുപ്പിൽ പോലും ഈ നിയമനം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രി എന്നുള്ള ഒരാൾ ആഭ്യന്തര വകുപ്പിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് വരുന്നു, അഡീഷണൽ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ല. ആഭ്യന്തര വകുപ്പുണ്ട്, പിന്നെ ധനവകുപ്പുണ്ട്, ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെ തന്നെ താക്കോൽ സ്ഥാനത്ത് ഈ പറയുന്ന പ്രൈവറ്റ് സെക്ടറിൽ ആളുകൾ വന്നാൽ എന്ത് സംഭവിക്കും? അത് വേറെ ചെറിയൊരു ഉദാഹരണം. അപ്പോൾ BSNL എന്തുകൊണ്ടാണ് ക്ഷീണിച്ചു പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, BSNL ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചാൽ മതി, അവർ റിട്ടയർ ചെയ്യുന്ന തൊട്ടടുത്ത നിമിഷം എവിടെയാണ് ജോയിൻ ചെയ്യുന്നത്? ജിയോയിൽ. ഈ പറയുന്ന ജിയോയിലും പ്രൈവറ്റ് കമ്പനികളിലാണ്. അത് ഒരു അന്തർധാരയാണത്. അപ്പം നിഷാദ് ഇപ്പോൾ പോയിട്ട് BSNL ഒരു അപേക്ഷ, എനിക്കൊരു മോഡം കിട്ടണം, ഒരു വൈഫൈ കണക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ അതങ്ങ് അവിടെ നിൽക്കും, ആ അപേക്ഷ അവിടെ നിൽക്കും, അത് കിട്ടില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? അവൻ നിഷാദ് BSNL എടുക്കും, അവൻ വേറെ എവിടെയും പോയിട്ട് എടുക്കും. അത് ഈ പറയുന്ന അന്തർധാര അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടറിൽ ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പിറ്റൻസ്, ഉന്മേഷം, അതൊക്കെ ഉള്ള ഒരു ഏരിയ ആണെന്നിരിക്കെ തന്നെ അവരെന്ത് ചെയ്യുമെന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ പ്രധാനപ്പെട്ട സ്ഥാനത്തുള്ള ഒരാൾ, സ്റ്റീൽ കമ്പനി, ഇപ്പോൾ സ്റ്റീൽ ഇതിൽ നോട്ടിഫൈ ചെയ്തൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്, ഒരു പ്രൈവറ്റ് സ്റ്റീൽ കമ്പനിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, അയാൾ ബോധപൂർവം ഇന്നലെ മിനിയാന്ന് ഇവരിറക്കിയിരിക്കുന്ന ഈ അപേക്ഷയിൽ പ്രകാരം അപേക്ഷിക്കുന്നു, ഇതിനകത്ത് കയറുന്നു, സ്റ്റീൽ വകുപ്പിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് കയറുന്നു വിചാരിക്കുക. അപ്പോൾ ഈ സ്റ്റീൽ വകുപ്പും ഈ സ്റ്റീൽ കമ്പനിയും പ്രൈവറ്റ് സ്റ്റീൽ കമ്പനിയും തമ്മിലുള്ള ഇടപാടുകൾ എന്തായിരിക്കും എന്നൊരു ഗൗരവപ്പെട്ടൊരു പ്രശ്നമുണ്ട്.
അപ്പോൾ ഇതെല്ലാം പക്ഷേ നമുക്ക് സബ്ജക്റ്റീവാണെന്ന് പറയാം. പക്ഷേ ഇതിൽ ഒബ്ജക്റ്റീവായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്. SC ST OBC സംവരണം എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. അഖിലേഷ് യാദവും മായാവതിയും അതേക്കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ അഖിലേഷ് യാദവിൻ്റെ ആ പ്രസ്താവനയിൽ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഒക്ടോബറിൽ നമ്മൾ വലിയ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അപ്പോൾ അതിലെല്ലാവരും അണിചേരണം. ഇതിപ്പോൾ ഓഗസ്റ്റ് 17 ഉള്ളൂ. ഇങ്ങനെയാണ് ഇത്തരം സംഗതികളോട് പ്രതികരിക്കുന്നതെങ്കിൽ നമ്മളെ സർക്കാരിന് ഇതെല്ലാം എളുപ്പം നടപ്പിലാക്കാൻ പറ്റുന്നതായി തോന്നുന്നു. സർക്കാർ ഇത്തരം പുതിയ പരിപാടികൾ വലിയ ഫ്ലേവറുകളിലൊക്കെയാണ് അവതരിപ്പിക്കുന്നതെങ്കിലും അതിൽ ചില മൗലികമായ ഗുരുതരമായ പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ കാണണം. രാഹുൽ ഗാന്ധിയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അതാണ്.